നിന്നെ ഇന്നുകൊണ്ട് ഞാൻ മറ്റേ പിങ്ക് ഷഡ് ഇടിപ്പിച്ച് ഞാൻ ആടിക്കും ഞാൻ നിന്നെ സാരി ഉടിപ്പിച്ച് ആടിക്കും ഞാൻ ഒരാള് കൈക്കറിയാ എടാ ഒരാളേക്ക് ജുഗ്രു പറഞ്ഞല്ലോ സിറ്റിയിലെ എല്ലാ ഇറങ്ങിയത് അടിയുള്ളത് കണ്ടികള് അങ്ങനെ പറയണ ആരും ചോദിക്കില്ല. പിന്നെ നിങ്ങടെ നീ ഗ്യാങ് ആണോ ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞേ. ആ ഉടുപ്പൊക്കെ ഊരിക്കോ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഹെൽമെറ്റ് ഒക്കെ ഊര്. മുട്ടയിലിരിയടാ, മുട്ടയിലിരി. മുട്ടയിൽ ഏതാണോ നിന്നെ തോലിപ്പിക്കാടാ മുട്ടയിലേന്ന് ഇരിയടാ അങ്ങോട്ട്. ഒറ്റ അവന് ഹീല് ആർമർ ആദ്യം ഹീല് ആർമർ ഫുഡ് എന്ന് കൊടുത്തടാ, ഹീല് ആർമർ ഫുഡ് എന്ന് കൊടുത്തടാ. വെയിറ്റ് ചെയ്യണം, അവനില്ലേ ചാവാണ്, ചത്തുപോ അവൻ ഈ മറ്റേ സംസാരിക്കട്ടോ. നീ അല്ലാത്തപ്പോഴൊക്കെ നല്ല സംസാരം. കഴിക്കേക്ക് ഫുഡും ഇലുവല്ലാടി, ഫുഡും ഇലുവല്ലാടി, പഴം എന്തിനാ അവന്റെ വായി രാവിലെ എല്ലാരും തിരികെ കൊടുക്കാറുണ്ട് പഴം. പഴത്തിന്റെ ആവശ്യമൊന്നുമില്ല അവന്. അതെ അതെ മതി മതി. ഹീലൊക്കെ ഇരിയടാ അങ്ങോട്ട്. ആണോ പിന്നെ ആരായിട്ട് തോന്നുന്നു? എന്റെ പൊന്നു സഹോദര മോനെ ഇരിക്കും അവൻ പോയോ? അവനതൊക്കെ ഇഷ്ടമല്ലേടാ ബാല. മുട്ടിൽ നല്ല ശീലം ഉണ്ടതാ കാണിക്കാന്. അത് ചോദിക്കണ്ടോ ഫീർ കാണിക്കാൻ എന്താ? ആൾക്കാരാ നമ്മള് മാന്യമായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് മാന്യത കളയിക്കുന്ന ലെവൽ എത്തിക്കരുത് നീ. അതെ എന്തുകൊണ്ടിട്ടാണ് മുൻ പീറ് കാണിക്കാനേ? ഒരു വട്ടം ഞാൻ നിനക്കുള്ളതാണേ. നീ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാനാണ് ഹോസ്റ്റേജ് ഇരിക്കാൻ. ഇത് തിരുവനന്തപുരം സൂ അല്ല, തിരുവനന്തപുരം സൂ അല്ല ഇത്. ഇനി പറ മോനെ കേക്ക്. അവിടെ എല്ലാരും ഒന്നും മോൻ എന്തുകൊണ്ട് ഫീർ കാണിച്ചില്ല? കേക്ക് എന്താണ് കാണിക്കല്ലേ? അപ്പൊ കാണിക്കാൻ എന്താ ബ്രോ? അപ്പൊ കാണിക്കാത്ത ഓ പിന്നല്ലാതെ വിചാരിക്കല്ലേ അടുത്ത് കയറി പോയതാ. പിന്നെ അണ്ണു അവന്റെ അടുത്ത് എടാ ഹീലും ഇതൊന്നും അടിച്ച രണ്ടും അല്ല അവൻ കൊടുത്ത് അടിച്ചില്ല അവൻ അടിച്ചിട്ടില്ല. അവൻ കരയാണോ? ഒരു ദാക്ഷണ്യമില്ല, ഒരു ദാക്ഷണ്യമില്ല. പേടിയുണ്ടോ? എന്തിനു പേടിക്കണോ? ഓ നാടകം, നിന്റെ നാടകം കളിക്കാൻ അവിടെ കൊണ്ടുവന്നേ. മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും കരുതി നീ ചുമ്മാ തോളെ കയറിയിട്ട് ചൊറിയരുത്. നീ കണ്ണീര് തുടക്കി നീ കണ്ണീര് തുടച്ചിട്ട് നീ സൗണ്ട് ഒന്നും റേസ് ചെയ്യല്ലേ. കണ്ണീര് തുടക്കാ നീ അപ്പൊ എന്താ ഫീർ കാണിക്കാൻ? നീ സമയം കൂടും ഫീർ കാണിച്ചു. മറന്നുപോയെന്നോ? ഇപ്പൊ ഓർത്ത് അവൻ
ഇപ്പൊ ഓർത്തോളാം, ഇപ്പൊ ഓർത്ത് കാണിക്കാഞ്ഞപ്പം. ഓത്ത് നമ്മുടെ പറയണായിരിക്കുന്നുണ്ട്. പോയി വീണ്ടും അതെ എനിക്ക് ആ നോട്ട് ഇത് ടൈം എക്സ്ട്രാ ആണ് കേട്ടോ. ഇതെന്താണ്? ഇത് ടൈം എക്സ്ട്രാ ആണ്. ഇത് ടൈം എക്സ്ട്രാ ആണ്. ബ്രോ കേൾക്കുന്നുണ്ട് മര്യാദക്ക് പറയുന്നതിന് ഉത്തരം പറഞ്ഞിരുന്നാ മതി കേട്ടോ. അല്ലാതെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യടാ, അവൻ എന്തൊക്കെ കഴിവുകളുണ്ട് എനിക്ക്? എന്തൊക്കെ ബ്രോ കുട്ടാ നിനക്ക് എന്താ കഴിവുകളുണ്ട്? ഈ പാട്ട് പാടല്, വണ്ടി കഴുകുന്നത്, കക്കൂസ് കഴുകുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ നിനക്ക്? ആ അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് നമുക്ക് ഗ്യാങ് വണ്ടി ആദ്യം കഴിക്കല്ലേ, ഗ്യാങ് വണ്ടി കഴിക്കല്ലേ. ടീഷർട്ട് അങ്ങോട്ട് വരും, ആദ്യം ടീഷർട്ട് അങ്ങോട്ട് ആ വണ്ടി അങ്ങോട്ട് കഴിവും. ആ വണ്ടി കഴിക്കോ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിവും. ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ. മറ്റേ ആമ വണ്ടിയല്ല ഇത് കേട്ടോ. ഓ ആ അതിപ്പോ ഒരു 15 മിനിറ്റ് അത് കഴിഞ്ഞ് ആ ടൈം കൊണ്ട് ഇത് കഴിവ് തുടങ്ങിയോ? അത് കഴിഞ്ഞ് വേറെ പരിപാടികളല്ലേ കേട്ടാ. അതുവരെ വണ്ടി കഴിക്കൽ ചെറിയ പരിപാടികൾ. അതാ ഞാൻ ഒരു കാര്യം പറഞ്ഞോ റോസാരിയോ, നീ നമ്മുടെ കിട്ടിയത് നിന്റെ ഭാഗ്യം സത്യം. എന്തെങ്കിലും ഒരു മൂളല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് വീട് നല്ലൊരു മൂളലല്ലേ, സത്യം പാട്ടുപാടാൻ കഴിവുള്ള ഒരു മൂളലല്ലേ. വേണ്ട നീ അണ്ണാന്ന് വിളിച്ചതില്ലേ? കണ്ണ ഇങ്ങ വന്നേ കണ്ണ ഒരു സൈഡ് മാത്രം വരയ്ക്കാടാ, എല്ലാ സൈഡും വരാ, എല്ലാ സൈഡും വരാ. പാട്ടുപാടിയാൻ കഴിവുള്ള പറയണ അവനെ കൊണ്ടേ വാക്കിംഗ് സ്റ്റൈൽ അത് സമയമുണ്ട്. ഒരാൾ വരാണ്ട് വെയിറ്റ് പാടിയിട്ട് പോയാൽ മതി. ചിച്ചി പ്രസാദ് പാട്ട് പാടിത്തരാൻ എന്താ മൂള് നീ ഇത് നിന്നെ വെക്കുന്നത്, ഇതിന്റെ രാത്രിയാകുമ്പോ രമേശനുണ്ടല്ലോ, രമേശത്തിന്റെ വെക്കുന്നതല്ല വെക്കുന്ന സൗണ്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത്. മൂളാ അങ്ങോട്ട് കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം തന്നെ. നമ്മുടെ മാന്യത പിടിപ്പിക്കൽ നീ ഓ അങ്ങോട്ട് ഞാൻ ഹോൾഡ് ചെയ്ത് എന്നെ എല്ലാണ്ടോ നെർഫി വെച്ചേക്കാ അഴിച്ചുവിട്ടാ നീ പാടിയിട്ട് പോയാ മതി. ഇങ്ങനെയാണ് പാടി പഠിക്കുന്നത്. നീ പാടിയിട്ട് പോത്തോളൂ. നിന്റെ കഴിവുകൾ വേദി ചെയ്ത് സമയം കൂടുതൽ തറയാക്കല്ലേ, നമ്മളെ തറയാക്കല്ലേ. അത് അവൻ തന്നെ ഉണ്ടാക്കിയതാ. കറക്റ്റ് കേട്ടാ സിദ്ധിയുണ്ട്. ഉണ്ട്. നമുക്ക് ഇവ സൗണ്ട് കൊരങ്ങന്റെ സൗണ്ട് ഒരു ഇപ്പൊ ഉണ്ടാക്കിയതിന് 1 മിനിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അടിപൊളിയായിരിക്കും ബ്രോ, അത് അടിപൊളിയാ. നാച്ചുറലി വരുന്ന നാച്ചുറലി വരുന്ന സാധനം ഒന്നുകൂടെ എത്തിയാടാ. ആണോ അതെല്ലാം കൊടുക്കാം. ഒരാൾ വരാനുണ്ടോ വെയിറ്റ് ചെയ്യാൻ ഞാൻ. 10 സെക്കൻഡ് ആയുള്ളൂ, ബാക്കി 50 സെക്കൻഡ് പറയാൻ നിർത്തിയാൽ മിണ്ടല്ലേ ഇതില് സെർജി വെക്കുന്ന ശബ്ദം പറഞ്ഞേ. വെച്ച് ഇവനെ വെച്ചാലോ. ശരി അവന് ശബ്ദം മാറുന്ന കേട്ടാ. അതിന്റെ അല്ല ഇത് ഒരു സൈഡ് മാത്രം വരച്ചോണ്ടിരിക്കുക, വണ്ടി മൊത്തത്തിൽ കഴുകണം, ചുറ്റിനും നടക്കും. എല്ലാരും എല്ലാരും സ്പേസ് നടന്നു കഴുകണം അങ്ങോട്ട് നടന്നു കഴുകുക. ആഹാ ഒരു കാര്യം ചെയ്യാം, ഒരു മാലയും കൂട്ടി ഇരുത്തി നിന്നെ രാജാവാക്കട്ടെ ഇവിടുത്തെ. എടാ എണീക്കടാ കണ്ടി, എണീക്കടാ കണ്ടി. ഇവനത് കുടിച്ചു നിർത്തിയാലോ പാടാ പിന്നെ കുറച്ചു നേരം. അതിപ്പോ സമയമുണ്ട് 10-15 മിനിറ്റ് പോലും ആയിട്ടില്ല.
സമയം ഇഷ്ടംപോലല്ലേ കഴുകട കണ്ടിപ്പട്ടി നീ ഇറങ്ങുന്നത് നീ കഴുക് നീ ഇത് കഴിഞ്ഞ് നിനക്കൊണ്ട് നടപ്പങ്ങ് കഴിയും. ചങ്ങ് കഴുകട്ടാ റൊസാരിയോ കണ്ടി റൊസാരി പാവ റൊസാരിയോ എടാ 10 വട്ടം കണ്ടിന്ന് പറഞ്ഞ ആ കണ്ടി 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 നിന്റെ പേര് എന്റെ ഓ അവന്റെ 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 സ്പോർട്സ് സ്പിരിറ്റ് കേട്ടാ എന്തൊരു ഉത്സാഹമാണ് ഇതില് സ്പിരിറ്റാ സാറേ കണ്ടിന്ന് പറയാ ഇതില് സ്പിരിറ്റാ സാറേ തഗ് തന്നെ കേട്ടോ തഗ് തന്നെ പറയുന്ന അവന്റെ സ്പിരിറ്റ് കേട്ടില്ലേ റൊസാരിയോ ഒരു കണ്ടി ആ റൊസാരിയോ കണ്ടി പറ്റത്തെ പത്തെണ്ണം പറ നേരത്തെ പറഞ്ഞില്ലേ റൊസാരിയോ കണ്ടി റൊസാരി ഒരു കണ്ടി റൊസാരി ഒരു കണ്ടി അങ്ങനെ പറ റൊസാരിയോ കണ്ടി റൊസാരിയോ കണ്ടി അത് നമുക്കറിയാം പറയണ്ട നീ എടുത്തെടുത്ത് പറയണ്ട അറിയാം റൊസാരിയോ കണ്ടി റൊസാരിയോ എടാ ഇനിയിപ്പോ സെർജിയോ അടുത്ത അടുത്ത സെർജിയോ കണ്ടി സെർജിയോ കണ്ടി സെർജിയോ കണ്ടി സെർജിയോ ആ നമുക്കറിയാം നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്നൊരു കാര്യമാണത് ഇങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് പറയണ്ട മതി അല്ല അല്ല സമയം സമയം ഒരാളോട് വരാനുണ്ടോ ഒരാളോടെ എല്ലാരും വരണ്ടാണ് എല്ലാരും വരണ്ടാണ് ഞാൻ ഒന്ന് സമയമുണ്ട് 10-20 മിനിറ്റ് മണ്ടക്കുണ്ട് ഇനി വണ്ടി തുടക്കി പറ്റും വണ്ടി ഉടക്കി എടാ റൊസാരി വണ്ടി ഇത്രയും പെട്ടെന്ന് സ്റ്റേജ് ആവുമെന്ന് വിചാരിച്ചായിരുന്നു നീ തുടച്ചോണ്ട് സംസാരിച്ചോ ഇത്രയും പെട്ടെന്ന് തുടക്കല്ല നീ കുറച്ചേരം ഏഴാ കക്കൂസ് കഴിക്കടാ ഇല്ല വണ്ടി മതി കക്കൂസ് കഴിക്കടാ അവനെ കൊണ്ട് നിന്നെ മാലായിട്ട് ഇവിടെ ഇരുത്താടാ നിന്നെ വണ്ടി മാത്രം തൊലിച്ചോണ്ടിരിക്കാൻ പോയി കക്കൂസ് കേടാ കണ്ടി നീ ഇവിടുന്ന് പോ കക്കൂസ് കേടാ കണ്ടി പോണാ അതല്ലേ വൈബ് ആ സോറി ശൗചാലയം വൃത്തിയാക്കാൻ പറയാൻ ഇവനെ പണണം കാരണം അവനെ ചെയ്തതാ അവനെ അത് മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ മണീനെ അണ്ണു നടക്കടാ ആ റൊസാരിയോ പോണ്ടെന്ന് പറയണം ആ അവൻ ജീവിതത്തെ ആദ്യമായിട്ട് സത്യം പറയണ കേട്ടല്ലോടാ പറയുന്നതിന് ഇഷ്ടപ്പെട്ടല്ലേ നീ കക്കൂസ് കഴുകു ആ അവിടെ കയറി പിടിക്കല്ലേ കഴിഞ്ഞിട്ട് മതി നമ്മൾ തുടക്കി കണ്ടി ഇരുന്നും കഴി കഴിവടാ ഇരുന്നും കഴിയടാ കഴിവടാ എടാ ഇരുന്ന് കഴിയടാ എത്ര ആൾക്കാര് കക്കൂസെന്നറിയാടാ ഒരച്ച് കഴിവ് കാണാനി വേണ്ടടാ നിന്റെ ഗ്യാങ്ങിലുള്ളവന്മാർക്ക് കണ്ടികൾക്ക് വേണ്ടടാ വലിയ ഇനി 15 മിനിറ്റ് അതോ ഓടിക്കും മിണ്ടായിരിക്കൂ അവനെ വിളിച്ചോക്കട്ടെ ചിലപ്പോ ഇണ്ടാണ്ടിരിക്കടാ മര്യാദക്ക് ഫ്ലേക്ക് അടിക്കാൻ വന്നാ പോലെ എന്തിനാണ് മാസം സത്യല്ലേ ഒരു റോബർ അടിച്ചിട്ട് വിട്ടേരെ ഇവനെ ഫീർ അങ്ങ് കാണിച്ചാ പോരായിരുന്നോടാ റൊസാരിയോ അല്ല ആവശ്യം ഉണ്ടായിരുന്നു സത്യം അടിക്കാൻ താല്പര്യമില്ലെന്ന് എടാ നിന്റെ താല്പര്യം തൊലിച്ചോണ്ടല്ല അടിക്കുന്നത് മനസ്സിലാണോ നിന്റെ താല്പര്യം പോസ്റ്റേ കൊണ്ടുവന്ന് നിന്റെ താല്പര്യം ചോദിച്ചാണ് കൊണ്ടുവന്നേ ഇത് ഇതിനകത്തൊരു റൂൾ ഒക്കെ ഉണ്ട് മനസ്സിലായോ ഓ, ഇതിനകത്ത് ആരെങ്കിലും നമ്മള് അതൊക്കെ അറിയാം അതെന്തോടാ നീ മൂളുന്നേ കള്ളക്കഴുത കൊല്ലല്ലേ കൊല്ലാൻ വേണ്ടിട്ടുള്ള മറ്റേ റേസ് കൊല്ലല്ലേ അതൊക്കെ അവന്റെ കൊല്ലാൻ വേണ്ടിയുള്ള ട്രിഗറിങ് അവന്റെ റേസ് വെച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ നീ നേരത്തെ ഉണ്ടാക്കിയ സൗണ്ട് ഒക്കെ ചേർന്നേ മറ്റേ അടുത്ത ഡിസ്നിയുടെ പുറത്ത് കൊരങ്ങനെ ഡബ് ചെയ്യാൻ കൊടുക്കുക അതല്ലേ മനസ്സിലായോ തായ്ലാൻഡിൽ ഉറങ്ങോട്ട് ചാടിപ്പോയി മറ്റേ പിടിക്കേക്ക് പിടിക്കുന്നത് നീ ഒന്ന് പോയി നിക്കോ വേറെ രാവിലെ ഇട്ട് വേദന വരെ ഊഞ്ഞാലെ വന്നിരിക്കുന്നവർക്ക് ഒരു പിടിക്കേക്ക് ഒരു പിടിച്ച അവന്റെ ആഗ്രഹം നീ വേണ്ട രമേശന് ഹാപ്പി രമേശന് എന്താ ബ്രോ ഡൈനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കൂ ഇല്ല എന്തൊക്കെ സൗണ്ട് ഡൈനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അത് ശരി അതെന്താ എടാ ഞാനൊരു കാര്യം പറയാം മാന്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നീ അതുപോലെ നിന്നാ നിനക്ക് കൊള്ളാം പാവം, ചുമ്മാ കിടന്ന് പാവം മുങ്ങാൻ പയ്യൻ. മനസ്സിലായോ ഓ അതോ എടാ, ഇത് നീ ഓ എന്താടാ നിന്റെ എന്താ വായിക്കാത്ത കേറിയോ ഓ ഇവനോട് സ്പെഷ്യൽ ഡ്രസ് ഇവനുവേണ്ടി സ്പെഷ്യൽ ഡ്രസ്സോ ഇവരുടെ പുറത്തുനിന്ന് പറ ആ പുറത്തിട്ടേ അപ്പൊ ഇനി സ്പെഷ്യൽ ഡ്രസ് ഇട്ടിട്ട് ഇനി ബാക്കി വേറെ പരിപാടിയാണ് 15 മിനിറ്റ് ഉള്ളു 15 മിനിറ്റ് നാടകം നടക്കാൻ പോകും 15 റൊസാരി minute. വാടാ
നിന്റെ നാടകം ബാബാ കഴുകിയത് മതി. ഇത്ര 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 ആത്മാർത്ഥം വേണ്ടടാ. അവനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴി ഇത് ഒരു ഒന്നും ഇല്ലാണ്ട് നടക്കുന്നത് പറ്റത്തില്ല പറ്റത്തില്ല. അതിപ്പോ അല്ലേലും ഒന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റ്സിന്റെ കാര്യങ്ങളുണ്ട്. ഒരു ഷെഡ്യൂൾ അവനെ ഇങ്ങനെ കൊണ്ടുവന്നാണ് അവനെ. പെട്ടെന്ന് ഇട്ടാൽ അടുത്ത പണി പെട്ടെന്ന് തരാം. അത്രേ ഉള്ളു. അത് കൊള്ളാൻ കേട്ടത്. അവന് ചേരുന്നുണ്ട്, മാച്ചാണ് സാധനം. കൊരങ്ങനെ പൂമാല ഇട്ടുകളുണ്ട്, കൊരങ്ങനെ പൂമാല ഇട്ടുകളുണ്ട്. വാടാ 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 രസാരിയോ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് ഇടത്തോട്ട് നടക്കണ നീ, നീ ഇങ്ങനെ കൊണയടി. ഇടത്തോട്ട് നടക്കണ നീ. ആദ്യം സ്പൈഡർമാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ നിറ്റ് നിൽക്കുന്നത്. ഒരു 5 സെക്കൻഡ് കൈ പൊക്കി നടന്നോ, കൈ പൊക്കി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടല്ല താഴോട്ട്. അങ്ങനെ നടന്നാ മതി, കൈ പൊക്കി നടന്നാ മതി, കൈ പൊക്കി നടന്നാ മതി. എടാ ഒന്നാണ് അവനെ സ്പൈഡർമാൻ ഇങ്ങോട്ട് ഒരു 5 സെക്കൻഡ് എടുത്താണ് ഒന്ന് പ്ലീസ്. അവനെ കാണാൻ സ്പൈഡർമാൻ. ആ ഓക്കെ കൈ കൈ വാ ഇങ്ങോട്ടോ. എടാ ഈ വണ്ടി ഒന്ന് സേവ് ചെയ്ത് ഒതുക്കിട്ടാടാ, ഈ വണ്ടി ഒന്ന് സേവ് ചെയ്ത് ഒതുക്കിട്ടാടാ, ജൂടാന്ന് ഒതുക്കിട്ട്. ആ ഇനി സ്പൈഡർമാൻ എന്ന് റിമോട്ട് എന്നിട്ടേ. അല്ല ഇങ്ങോട്ടെ, ബാക്കിലോട്ടോ 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 ബാഗ് ഇങ്ങോട്ടോ. പെട്ടെന്ന് നടത്തടാ, ഇനി കുറച്ച് സമയം കൂടെ ഉള്ളേ. ആ ഓക്കെ ഇപ്പഴേ കണക്റ്റിയല്ലേ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് മതിയല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഇവനെ പലവറ്റെ കൊണ്ട് സിറ്റിസൺ അങ്ങ് വിറ്റാലോ അളിയാ. ഇവനെ പലവറ്റെ കൊണ്ട് സിറ്റിസൺ അങ്ങ് വിട്ടാലോ ആണ് എന്റെ ആഗ്രഹം. അതായിരുന്നു കുണിച്ച് നിർത്തിയിട്ട് ഒരു സിറ്റിസൺ അങ്ങ് വിടണോന്ന് വിൽക്കണോന്ന്. എടാ മണിയാ വാടാ, ഗ്യാങ് ഹൗസിലോട്ട് വാടാ മണിയാ, നിനക്കൊരു സർപ്രൈസ് ഇട്ട് വാ. വാടാ മണിയാ. സ്പൈഡർമാൻ സ്പൈഡർമാൻ ഒന്നിട്ടടാ. സ്പൈഡർമാൻ 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 ഒരു ഫോട്ടോ എടുക്കാൻ, ഒരു ഫോട്ടോ എടുക്കാം. ഒറ്റ ഫോട്ടോ ഒറ്റ ഫോട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇട്ടില്ല, അവൻ ഇട്ടില്ല, അതൊക്കെ അവന്റെ അഭിനയാ. കൈതാത്തിട്ട് എല്ലാരും ഫോട്ടോ എടുക്കണേ. അത് തന്നെ സ്റ്റോറിയായി. രമേശിന് കാണുമ്പോ ഒരു സന്തോഷം. ബോബോയെ മറ്റേ പരിപാടിയൊക്കെ തുടങ്ങിക്കോളിയാ. ചീച്ചി പ്ലസ് ക്ലാപ്പ് കൊടുക്കണ മണി. വാക്കിംഗ് മോട്ട് ഉണ്ടല്ലോ ചീച്ചി, അതങ്ങിട്ട് നിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും അറിയാം, നിനക്ക് മാത്രം അറിഞ്ഞൂടെ ഈ മോട്ട്? ജയ് ജയ് നടന്നേ. ക്ലാപ്പ് ക്ലാപ്പ് അടിച്ച ക്ലാപ്പ് ക്ലാപ്പ് എത്രടാ, ക്ലാപ്പ് എത്രടാ. ഹയ്യേ ആ നടത്തൊക്കെ കണ്ടോളിയാ, നടത്തൊക്കെ കണ്ടോളാ. ഏതാടാ നിനക്ക് പറ്റിയ സാധനം അതാ മച്ചു. പറടാ പറടാ. ഇവനെ നമുക്ക് പുറത്ത് ഇമോട്ടിട്ട് നിർത്തിച്ചിട്ട് ആർക്കെങ്കിലും പൈസക്ക് ബേബി അല്ലേ ഇവനെ വിറ്റെടുത്തോണ്ടോ പറ. അത് പക്ഷേ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, കാരണം മറ്റേ ക്യാരക്ടർ ഹ്യൂമിലേഷനിലോട്ട് പോകുന്ന അറിഞ്ഞൂടാ. നോക്കാം നോക്കാം നോക്കാം. ഒരു എന്ത് ഹ്യൂമിലേഷൻ വാ നോക്കാം വാ. നീ ബേബിനെ വിളിച്ച് റെഡിയാക്ക്, ബേബിനെ വിളിച്ച് വാ. അത് കൊടു. ഇതുപോലെ നീ ഉൾപ്പെടെ നിന്റെ കൂടുതലുള്ള 30 എണ്ണം വന്ന് ശിഖണ്ഡിയെ പോലെ നടക്കുന്നത് തുള്ളു, മനസ്സിലായോ? ഇനി ആട് മതി.
അമ്മോ വസ്തുക്കട വയ്യേ ചാച്ചാ മതി 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 ചാച്ചാ ചാച്ചാ എടാ നീ അതോടെ പറഞ്ഞ ചാച്ചാന്ന് പറഞ്ഞ മറിയാ. ചാച്ചാ ബടിയാ എൻജോയ് ചെയ്യണേ ബടിയാ എൻജോയ് വാടായിക്കോട്ടെ തിരിഞ്ഞോടോ 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 ക്ലാപ്പിട ക്ലാപ്പിട് ക്ലാപ്പിട് ഇനി ക്ലാപ്പിട് ക്ലാപ്പിടറാ നീ ക്ലാപ്പിടറാ കണ്ടി സ്ലോ ക്ലാപ്പ് സ്ലോ ക്ലാപ്പ് സ്ലോ ക്ലാപ്പ് സ്ലോ ക്ലാപ്പ് സ്ലോ ക്ലാപ്പ് സ്ലോ ക്ലാപ്പ് ഇട്ടാ മതി. സ്ലോ ക്ലാപ്പ് സ്ലോ ക്ലാപ്പ് ഇടറാ ഫിയർലടാ സ്ലോ ക്ലാപ്പ് ഇടറാ ചെയ്യണ്ടി ഇടടാ അങ്ങോട്ട് സ്ലോ ക്ലാപ്പ് ഇങ്ങനെ തന്നെ കറക്റ്റ് 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 അവന്റെ കേട തിന്നു, അവന്റെ കേട സെർജിയാരടാ നിന്റെ ഗോലീഡർ അല്ലേടാ പുള്ളി ഇങ്ങനെയാണോ നടക്കുന്നത് അവൻ പഠിപ്പിച്ചു കൊടുത്താടാ അവൻ പഠിപ്പിച്ചു കൊടുത്താടാ ഇവനതൊന്നും കേട്ടോ ഇവൻ പെർഫെക്റ്റ് ചേട്ടാ പെർഫെക്റ്റ് ചേട്ടാ ആക്യുറേറ്റ് ആയിട്ട് ആരുമില്ല അത് ഗ്യാങ് ഫണ്ട് ഇതുവരെ പിള്ളേരെ ഏത് അതിന് സ്ലോട്ട് ഇല്ലെങ്കിലും എന്തില്ലേലും പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ അതിന് ഏത് കണ്ടിയാണെങ്കിലും ഇതേപോലെ നാട് ഇതേപോലെ അതിന് എന്തൊക്കെ വന്നാലും അവന്റെയൊക്കെ അടയിരിക്കല് നിന്നെ കൊന്ന ചോദിക്കാൻ വരുമോ വരും ചോദിക്കാൻ വരും സ്ലോ ക്ലാപ്പ് ഇടറാ എവിടാന്ന് വെച്ചാൽ സ്ലോ ക്ലാപ്പ് ഇടറാ അടി കൊണ്ടുപോകും അല്ലടാ നീ ഇത്രയും ദിവസം എവിടെയായിരുന്നാ നിന്റെ ആണത്തൊക്കെ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഉറപ്പില്ലായിരുന്നോ എവിടെ പോയായിരുന്നു കണ്ടില്ല ഒന്ന് അവനെ ഒന്ന് ഇൻസ്റ്റാ ലൈവ് 4 ആള് കാണട്ടടാ അവനെ ഒന്ന് കാണട്ടടാ 4 ആള് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ നിന്റെ കൂട്ടത്തിലുള്ളവരെ കാണണം ശിഖണ്ഡിയെ പോലെ ഇങ്ങനെ നടക്കുന്നത് കറക്റ്റ് ചാച്ചാ പാവടാ ഇവനെ കൊണ്ട് സെർജി ഒരു മൊണ്ണാന്ന് ഒരു 10 വട്ടം പറയിപ്പിച്ചടാ അത് പറയിപ്പിച്ച ഒന്നുകൂടാ മണിയും കേക്കണ്ടാടാ മണിയും കേട്ടില്ലല്ലോ ഒന്നുകൂടി പറ സൗണ്ട് പറയടാ സൗണ്ട് പറ You have reached an automated voice. അവനവിടെ കാണട്ടാ ക്ലാപ്പ് ചെയ്യുന്നത് ഒരു ക്ലാപ്പ് ഇട്ടാടാ ഒന്ന് നിർത്താൻ പറഞ്ഞില്ലല്ലോ എല്ലാരും ഫ്രണ്ടിൽ നിന്ന് മാറടാ ഒരു ക്ലാപ്പ് ഇട്ടാടാ ഇത് ശീലം ഉണ്ടോടാ എനിക്ക് ശീലം ഉണ്ടോന്നോ പെർഫെക്റ്റ് കണ്ടാ അറിയാലോ ഒരു ക്ലാപ്പ് ഇടറാ ഇനി ശീലിച്ചോളും She is experienced. നമ്മളൊരു ജോലി സെറ്റ് പൈസ ഉണ്ടാക്കണം എങ്ങനെ പിന്നെ പരിചയമില്ലാണ്ടിരിക്കടാ പരിചയം ഇല്ലെന്ന് പറഞ്ഞു ഇന്ന് മുതൽ പരിചയം ആവും അല്ലേ ശീലാവാനൊന്നുമില്ല ഇവന് ഇതല്ലേ പണി ഇതല്ലേ എന്ത് ശീലാവാൻ ഓ സമാധാനമായി വീഡിയോ എടുക്കട്ടെ ഓർമ്മിച്ചേ ഈ ഞാൻ ബോബോയോട് ഒരു സോറി പറ ആ സോറി പവറില്ലല്ലോ ബോബോയോട് പറഞ്ഞത് സോറി ബോബോ അയ്യോ അത് പവർ പോരില്ലോടാ നല്ലോണം എന്നോട് സോറി പറഞ്ഞപ്പോ ഒരു പവർ ഉണ്ടായിരുന്നു ബോബോയോട് പറഞ്ഞപ്പോ അതില്ല അത് പോരാ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് അത് പവർ പോരല്ലോടാ പോരാ ഒന്നുകൂടെ കേക്കട്ടെ നീ നിർത്താതെ 10 വട്ടം സത്തമാ അങ്ങനല്ല
ബോബോ നീ തിരിഞ്ഞു നിന്നാണ് എന്റെ ചെരുപ്പൂരി കാല് തൊട്ടണ പോലെ സോറി പറ ഒരു 10 അത് സൂപ്പർ ആയിരിക്കും. വീഡിയോ എടുക്കട്ടെ. അറിയാതോ പാടല്ല കൂടുതലേ എന്താ സോറി ബൈ സോറി ബൈ വ്യക്തം വേണം. കാരണം പറഞ്ഞില്ലെങ്കിൽ സമയം കൂടും കേട്ടോ. സോറി ബൈ സോറി ബൈ സോറി ബൈ സോറി ബൈ നീ മര്യാദക്ക് പറയുന്ന വരെ നീ പറഞ്ഞു സോറി ബൈ നീ നോർമൽ തുറന്നു നമ്മൾ നിർത്താൻ പറയണേ. അന്നേരം നിർത്താൻ പറയത്തുള്ളൂ. അതുവരെ പറഞ്ഞോ. നീ പറയടാ നീ പറയടാ നീ പറയടാ. പോരാ പറഞ്ഞ പോരാ പോരാ നമുക്ക് നീ എത്ര നേരം നീ കുടിച്ച് സോറി സോറി ബൈ സോറി ബൈ ചേഞ്ച് ഉണ്ട്. നീ എന്ത് വിചാരിച്ചടാ? നീ ഒന്ന് താളം വിടുമ്പോ നമ്മളങ്ങ് അതിനകത്ത് തുള്ളി തരും. സോറി ബൈ സമാധാനം. പറയടാ. ഒരു നല്ലൊരു സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ നീ മണ്ടനായിട്ട് ഇരുന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. എടാ മോനെ നല്ല രസമുണ്ട് കേൾക്കാൻ രസമുണ്ട്. നീ പറ. വരണം ഒരു ഫോട്ടോ ഇട്. വീഡിയോ എടുക്കുക വരണം. ഇപ്പുറത്ത് വീഡിയോയുടെ ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ഇട്. ഞാൻ കുറെ എടുത്ത് പറയടാ സോറി. സോറി ബൈ സോറി ബൈ ഫുൾ സാറ്റിസ്ഫൈഡ്. എന്നാലും ഇങ്ങനെ എന്റർടൈൻമെന്റ് പ്രതീക്ഷയില്ല. എക്സ്പെക്ട് ചെയ്യില്ലല്ലേ? സത്യല്ലേ? കൊരങ്ങന്റെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും പറയായിരുന്നു. അതുപോലും ഇല്ല. സോറി ബൈ സോറി ബൈ കുഴപ്പമില്ല. പറഞ്ഞില്ലല്ലോ. പറടാ. പിടിയടാ കുട്ടാ കുട്ടി. ഫോട്ടോ എടുക്കട്ടെ. സോറി ബൈ കാലുപിടി സോറി ബൈ ആ സോറി ബൈ സോറി ബൈ ആ 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 ബോബേ ബാക്കി പറയാനുള്ളൊക്കെ സ്ലാപ്പ് ഇട്ടു. മറ്റേ സാധനം ചെയ്യണം. മറ്റേ സാധനം അല്ലല്ല നീ ഡയറക്റ്റ് സ്ലാപ്പ് ഇട്ടു. അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അല്ല മറ്റേത് ചെയ്യണം. ആ അത് മതി. എടാ ഞാനാ വിളിച്ചത്. ആ ഇനി കത്തിച്ചു കുഴപ്പമില്ല. ഈ കോച്ചിനെ കൊണ്ട് തോച്ച് കോച്ച് അവൻ വിൽക്കാൻ വേണ്ടി ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോച്ച്. ഇവന്റെ ഒക്കെ അങ്ങ് ഒളിച്ചിരിപ്പ് സേഫ് സോൺ കഴിപ്പോ അങ്ങ് തീർന്നു. ഇവന്റെ ഒക്കെ അവന്റെ കുത്തിക്കഴ ആപ്പിയല്ലടാ മണിയാ. എന്താടാ ഇപ്പോഴേലും കൂടെ ഉള്ളവനെ തൊട്ടപ്പോ തിരക്കാൻ വന്നോടാ. ചിരി നിന്റെ അവനെ ചന്തി തീട്ടാൻ പറ്റി അങ്ങോട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? ചിരിച്ചോണ്ടിരി. കുറച്ചുകൂടെ ചിരി. ആ ഭയങ്കര ഞാൻ ഫണ്ണായോണ്ടാണ് നിന്റെ കൂട്ടത്തിലുള്ളവനെ ഇവിടെ മറ്റേ പെണ്ണാച്ചിയെ പോലെ വന്ന് തെറ്റിക്കുന്നത്. മനസ്സിലായ? കേട്ടോടാ. പിന്നെ നിനക്ക് ഫണ്ണായിരിക്കും. അവന് ഫണ്ണാടാ. അവനതൊക്കെ ഫണ്ണാ. അവനെ ഒരു കോമാളിയാ. എടാ ഇരുന്ന് പുഴുത്തിട്ടോ അവന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. അവനിനി നടന്ന് വരാൻ പോകുന്ന ശൈലി വരെ വേറെ ആയിരിക്കും. മനസ്സിലായ? അവനെ ചന്തി ആട്ടിയായിരിക്കും നടന്നു വരുന്നേ. സ്വന്തം എടാ ഈ ചിരിപ്പിക്കുന്ന എന്താടാ? ചിരിപ്പിക്കുന്ന ആരാടാ? നീയൊക്കെ അല്ലടാ ഒരു കൊറേ ദിവസമായിട്ട് ബാക്കിയുള്ള എടാ ചിച്ചിച്ചണ്ട് കഴിയുന്ന ഒരു അടി കൊണ്ട ടീംസല്ലടാ കിടന്ന് കുണയ്ക്കുന്നത്. ഏടാ സംസാരിക്കാം. നിനക്ക് എന്താ തൊലിക്കാനുള്ള തൊലിക്കടാ ടൂബ്. നീ എന്താ തൊലിക്കാനുള്ള? നിനക്ക് എന്താ തൊലിക്ക് നീ.
പേടിയാടാ കുഴപ്പമില്ലടാ, കൂടെ ഉള്ളവനെ കൊണ്ടുപോയിട്ടാടാ, കൂടെ ഉള്ളവനെ മറ്റേ തുണിയും കോണാനും ഒക്കെ ഇട്ട് ആരും ആടി മനസ്സിലായി. സെപ്റ്റി ടാങ്ക് വരെ കൈയിട്ട് പോയിട്ടാടാ. നീ തൂറിയില്ലടാ, നീ തൂറി. നീ ഒരു നാളത്തേക്ക് കണ്ട, അടുത്ത ആഴ്ച ഉണ്ടല്ലോ, അടുത്ത ആഴ്ചയിലെ അടുത്ത വർഷത്തേക്ക് സിറ്റുവേഷൻ വേണ്ടടാ കണ്ടി. ഒരു കാര്യം പറയട്ടെ, നീ തൂർന്ന തീർത്ഥത്തിന്റെ കണ്ടിയുടെ വിലയെങ്കിലും റൊസാരി കൊടുക്കണം. സത്യം സത്യം. അവൻ ഗ്യാങ്വാസി വന്നിരുന്ന കരയായിരുന്നു, മനസ്സിലായോ? അവൻ ഗ്യാങ്വാസി വന്നിരുന്ന കരയായിരുന്നു, കേട്ടോടാ കണ്ടി. നീ കൊണക്ക് പോടാ പോടാ. എടാ കൊരങ്ങന്റെ കുടുക്ക വായിട്ട് ജീവിക്കുന്ന ട്യൂബേ, നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പോലും താല്പര്യം പോലും കേട്ടോടാ കണ്ടി. കൊരങ്ങന്റെ കുടുക്ക വായിട്ട് ജീവിക്കുന്നവനെ ആദ്യം ഒരു താഴെ പയ്യന്മാരെ പോയി മറ്റേ അടിച്ചിട്ട് വന്ന് കൊണക്കണം, മനസ്സിലായോ? സിറ്റി സെന്റർ എന്ന് പറയാൻ തൂറി അടികൊണ്ട ടീമല്ലടാ. നിന്റെ കൂടെ ഒരുത്തരെ ചന്തി കുടിക്കാൻ കൊണ്ട് വരുന്നുണ്ട്. അവന്റെ ഒരു സാരി മേടിച്ചു കൊടുത്തേ, അവന്റെ ഒരു കുറിയും തൊട്ടിട്ട് പലവറ്റെ കൊണ്ട് കുടിച്ചിരുത്തുന്നതാണ്. നീ ഒരുപാട് അങ്ങ് തോലിക്കാൻ, ഒരുപാട് തോലിക്കാൻ. നീ ആദ്യം നിന്റെ കൂടെ ഉള്ളവന്മാരത്തെ ആ GDM ന്ന് പുറത്തിറങ്ങാൻ പറ. ആ 24 മണിക്കൂർ GDM കിടന്നിട്ട് പോലും നീ തൊട്ടില്ലല്ലോടാ നീ. പിന്നെ നീയൊക്കെ എടാ പിന്നെ ഇത് 231 റേഡിയോ എന്ന് പറഞ്ഞാൽ സൂവല്ല ഇവിടെ കിടന്ന് അലക്കാനായിട്ട്, കേട്ടോടാ ട്യൂബേ. അതൊക്കെ നിന്റെ സൂയില് മനസ്സിലായോ? അവൻ കരയവാനാണ് ഗ്യാങ്വാസി വന്നിരുന്നത്. അവനെ പട്ടി മോങ്ങുന്നവരാണെന്ന് ഗ്യാങ്വാസി വന്നിരുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് വന്ന് കരയവാനാ കണ്ടി. ഡൂടെന്ന് പറ. അതൊക്കെ പോണ പൊട്ടച്ചോനെ ഡൂടെന്ന് പറയാനുണ്ട്. ആ മനുഷ്യനാണല്ലേ ഇതിപ്പോലും ഇല്ല, ആ മനുഷ്യൻ ഇതിപ്പോലും ഇല്ല. എടാ ട്യൂബ് ഗ്യാങ് നിർത്തിയിട്ട കൊരങ്ങന്റെ കുടുക്ക രാവിലെ തൊട്ട് 4 നേരം കൊരങ്ങന്റെ കുടുക്ക വായിട്ട് ജീവിക്കാൻ പോണാ. ഇതിനിപ്പോ ഇങ്ങനെ കണ്ടി ഗ്യാങ് കൊണ്ടുവരുമ്പോ അതാണാ. ഇതിനിപ്പോ ഒരു കണ്ടി ഗ്യാങ് കൊണ്ടുവരെ 4 നേരം 3 വെച്ച് കൊരങ്ങന്റെ കുടുക്ക വായിട്ട് ജീവിക്കണ. ജോക്കി നമുക്ക് ഇന്ന് അടിക്കുന്നതിന് സീനല്ല, നമുക്ക് ഓൾറെഡി ഒരു വാർ ഇത് ചെയ്തിട്ടേക്കോ സർവർ സൈഡിൽ നാളത്തേക്കില്ല. നമുക്ക് ഇതാണ് ഇന്ന് അടിക്കാൻ, പക്ഷെ ഈ സർവർ സൈഡിൽ ഈ സാധനം കിടക്കുവാണ്, നമുക്ക് ഇന്ന് അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയുള്ള പ്രീവാർ 1 മണിക്കൂറിനുള്ളിൽ അടിക്കുവാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ അടിക്കണം. ഇല്ല പിന്നെ നാളത്തേക്ക് മാറ്റി വെക്കാനോ? എന്താടാ ഇത്? എന്താടാ നടക്കത്തില്ല, നീ തോന്നിക്കണ്ട. അവന്റെ അടുത്ത് ചന്തിയിലെ തീട്ടം തുടച്ച് അവന്റെ അടുത്ത് പോയി മിണ്ടായിരുന്നു കരയാൻ പറ. അല്ല എനിക്ക് മര്യാദ കുറവാണ് നിന്റെ അടുത്തൊക്കെ. നിന്നെ പോലുള്ള കണ്ടിപ്പട്ടി അടുത്തൊക്കെ മര്യാദ കുറവാ. ഇനി ഒരു മൂഞ്ചിയ ഗ്യാങ് കൊണ്ടുവന്ന് നിന്നോടൊക്കെ എനിക്കൊരു മര്യാദ ഇല്ലടാ. അവനെ കെട്ടും കേട്ടാ, കുറച്ചുകൂടെ റെഡി സംസാരിച്ച് അവനെ കെട്ടും കേട്ടാ. നീ ആരാടാ അവനെ കണ്ണി വിളിക്കാനിട്ട്? എന്തായാലും യോഗ്യതയുണ്ടോ ട്യൂബേ? നീ ഒരു കണ്ണി ഗ്യാങ് വളർത്തിക്കൊണ്ട് പോകുന്ന നിന്നെ പോലൊരു കണ്ണിയെ നിനക്ക് അവനെ എന്ത് അർഹത ഉണ്ടോ കണ്ണി വിളിക്കാനിട്ട്? ഏടാ കണ്ടിപ്പറ്റി, ഏടാ അടുത്ത നീ ആയിരിക്കടാ പോസ്റ്റ് ചെയ്ത് കേട്ടോടാ കണ്ടി. ട്യൂബേ ലീഡറാ പഴമൊന്നും ഞാൻ നോക്കത്തില്ല. അടുത്ത നീ മറ്റേ ഗ്യാങ് വന്നിരുന്ന തീട്ടം കഴിയേണ്ട അവസ്ഥ വരും. നീ കൊണ്ട് മറ്റേ വലിയ കിടന്ന് കൊണയ്ക്കാ അതിന്റെ അകത്ത്. ഇവിടെ ടിവിയിൽ ഒരുത്തരം നീ കിടന്ന് കൊണച്ച് കണ്ടീന്ന് വിളിക്കണ്ട. അതൊക്കെ നിന്റെ കൂടെ ഉള്ള മറ്റേ കൊരങ്ങന്മാരുണ്ടല്ലോ, അവന്മാരെ വിളിച്ചാൽ മതി സൂയി പോയിട്ട് കണ്ടീന്നൊക്കെ. കേട്ടോടാ കണ്ടിപ്പറ്റി.
സാധാരണ ട്യൂബ്ലൈറ്റ് നമ്മൾ ആൾക്കാർ വിളിക്കുന്നത് ആരാണ് ഇവൻ പൊട്ടറാണ് ഇവൻ എ ക്ലാസ് പൊട്ടൻ. ഇവനും പൊട്ട, ഇവന്റെ കൂടെയുള്ള 30 പൊട്ടന്മാരുണ്ട് 24 മണിക്കൂറും. എന്നോട് കുഴപ്പമില്ല ട്യൂബ്ലൈറ്റില്ലേ എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ല ഞാൻ എന്തോ ഒരു കഥ വല്ലതും പറയുന്നു പറയാന്ന് പറയാനായിട്ട് മോനെ ഇത് നമ്മളെ അങ്ങോട്ട് നമ്മളൊരുത്തനെ കൊണ്ടുപോയി ഇങ്ങോട്ട് ഒരുത്തനെ കൊണ്ടുപോയി മോന്റെ റൊസാരിയോ ഫീറ് കാണിക്കാത്ത എന്താ മതി അവനങ്ങ് മൂളല അവനങ്ങ് എന്ത് പറഞ്ഞാലും അവനങ്ങ് മൂളല അവനത് സംസാരിക്കാത്ത. പിന്നെ ഇവന്മാർ ഈ കണ്ടികളൊന്നും സിറ്റുവേഷൻ പോലെ എടുക്കാൻ പറ്റില്ല. ഇവന്മാർക്ക് ഗ്യാങ് പോയിട്ട് പഴം പോലും കൊണ്ടുവരാൻ നേരെ വരത്തില്ല. സിറ്റിസനായിട്ട് പോലും നേരെ കളിക്കറിയാത്ത ഇവനൊക്കെ ഗ്യാങ് ആയിട്ട് ഇപ്പൊ എന്ത് പഴം നോക്കാനാണോ? ഇവനെന്ന് റൂള് പോയിട്ട് പഴം പോലും അറിഞ്ഞൂടെ ഇവനൊന്നും. പോടാ കണ്ടി ഇറങ്ങി പോടാ കൊടുത്തിയേട്ടാ എന്താ പറയുന്നേ അന്ന് എന്താ പറയുന്നേ? എടാ ആച്ചപ്പല്ലോ നീ പോയിട്ടെ അവന്റെ ചന്തി തുടച്ചുവിട്. ചന്തിയിൽ കുറച്ച് തീട്ടം പറ്റി ഇരിപ്പുണ്ട്, അത് നീ തുടച്ചു കൊടുക്ക്. അവൻ ഗ്യാങ്കോസി ചന്തിയിൽ തീട്ടം പറ്റി വരുന്നുണ്ട്. സോറി കൊളുത്തിയത്. നല്ല രീതിക്ക് കൊണ്ട് അവനതൊക്കെ കൊണ്ട് റേഡിയോ കേരളം. ഞാൻ ഡയലോഗ് കുറെ റേഡിയോ തുടങ്ങി. എനിക്കത് മനസ്സിലാതില്ല എന്താ പറയുന്നത്. എടാ ഗെക്കോ, അപ്പൊ നീ പോയിട്ട് കൊരങ്ങന്റെ കുടുക്കണ്ടല്ലോ 4 നേരം 3 വെച്ച് വായിട്ട് ജീവിക്കടാ. എന്നൊക്കെ പറഞ്ഞ പണിയതാ. പോടാ കണ്ടി. ഹലോ കാര്യം പറയട്ടെ, ഈ കിടന്ന് ഇങ്ങനെ കുണക്കല്ലേ പോയി. പറയാൻ പറ്റത്തില്ല. പോയല്ലോ ഇനി കണ്ണാപ്പി കണ്ടിട്ട്